ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒരു ആം, ഒരു പേഴ്സണൽ ടച്ചുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ എല്ലാ തരത്തിലുള്ള കോണ്ടന്റും ചെയ്യാറുണ്ട്. എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ എപ്പോഴും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണമൊന്നുമില്ല, പക്ഷേ എൻ്റെ ഒരു ഹെൽത്ത് അപ്ഡേറ്റ് ആണ്. അപ്പം ഈ ഒരു ചാനലിൽ വന്നിട്ട് ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ഫോളോവേഴ്സിനോ ഇല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോ ഈ സ്റ്റാർട്ടിങ് തൊട്ട് ഇന്നേ വരെ ഒരു വീഡിയോയിൽ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. അപ്പം ഞാനതങ്ങനെ പറയുമ്പം ജസ്റ്റ് ഒരു വെറുതെ പറഞ്ഞു പോകുന്നതല്ല, സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാനത് ആക്ച്വലി അങ്ങനെ തന്നെയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ഇൻസ്റ്റാ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു ഫാമിലി എന്നൊക്കെയാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പം ഐ തോട്ട് ഈ ഒരു എൻ്റെ ലൈഫിൽ ഉണ്ടായ അത് ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻ അതിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചതിൻ്റെ പേരിലാണ് ഇന്നത്തെ വീഡിയോ. എത്ര പേര് നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ വളരെ കുറച്ച് മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ആക്റ്റീവ് അല്ലല്ലോ അല്ലെങ്കിൽ പണ്ടത്തെ അത്ര വീഡിയോസ് ഇടുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു സ്റ്റോറിയിൽ കാര്യമായിട്ട് പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരുപാട് പേരൊന്നും അത് നോട്ട് ചെയ്തിട്ടുമില്ല. ഞാനിപ്പോൾ കുറച്ച് നാൾ മാറി നിന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന്. നിങ്ങൾക്ക് അത് തോന്നാതിരുന്നതിൻ്റെ കാരണം ആ ഒരു ഞാൻ അവിടെ ഇല്ല എന്ന് തോന്നാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുള്ള ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കണ്ടൻറ്റൊക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം നാൾ മാറി നിന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാൻ ഉള്ള വഴി വളരെ കുറവാണ്. അതുകൊണ്ടാണ് വളരെ കുറച്ച് പേര് മാത്രമാണ് അത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചെന്നാൽ സ്റ്റോറി ഇട്ടിട്ട് കാര്യം പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. എന്ന് തോന്നിയ വേണ്ട, ഒരു വീഡിയോ തന്നെ ചെയ്യാം. കാരണം കുറച്ച് അധികം മാറ്റങ്ങൾ സംഭവിച്ച ഒരു സമയമായിരുന്നു. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പോൾ നോക്കുവാണെങ്കിൽ തന്നെ എൻ്റെ ഫേസിൽ അത്യാവശ്യം സ്വെല്ലിംഗ് ഉണ്ട്. പക്ഷേ ഈ ഒരു സ്വെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഭീകരമായ അവസ്ഥയിൽ നിന്ന് മാറി മാറി വളരെ മെച്ചപ്പെട്ട രീതിയിൽ എത്തിയതിന് ശേഷമുള്ളൊരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് ഈ അടുത്തായിട്ട് 2 സർജറീസ് കഴിഞ്ഞു. ഒരു ദിവസം തന്നെ 2 സർജറീസ് ഈ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒന്നെന്ന് പറയുന്നത് ടുബെക്ടമിയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. മറ്റ് സർജറീൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും എനിക്ക് പിന്നീടുള്ളൊരു വീഡിയോയിൽ പറയാം. അതിന് വേറെ കാരണങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം കേട്ടോ. പക്ഷെ എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഈ 2 സർജറി ഒറ്റ ദിവസം തന്നെ സംഭവിച്ചു. ഒരു വലിയൊരു ചലഞ്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും പ്ലാൻഡ് അല്ല, അൺപ്ലാൻഡ് ആയിരുന്നു. അതായത് തലേ ദിവസം വരെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് ദിവസം മുമ്പ് വരെ ചുമ്മാ ഓടിച്ചാടി നടന്നിരുന്ന ഞാൻ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നു, വീഡിയോസൊക്കെ ചെയ്യുന്ന വളരെ ആക്റ്റീവ് ആയിക്കൊണ്ടിരുന്ന ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയാണ് 2 സർജറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒട്ടും എന്ന് വെച്ചാൽ ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ സംഭവിച്ചായിരുന്നു. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സമയത്ത്. കാര്യം എൻ്റെ ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് നോർമലാണ്, രണ്ടാമത്തേന്ന് പറയുന്നത് സി സെക്ഷനാണ്. എത്രയായാലും 2 പ്രസവിച്ച ഒരമ്മയ്ക്ക് പിന്നെ അതിൽ കൂടുതലൊന്നും വരാനില്ല എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും എൻ്റെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് 3.5 വർഷമായി. അപ്പം സ്വാഭാവികമായിട്ട് ആ വേദനയൊക്കെ അമ്മമാർ മറക്കും. അങ്ങനെ മറന്നിരിക്കുന്ന സമയമാണ്. ഒരു ഇഞ്ചക്ഷൻ പോലും എനിക്ക് സ്വാഭാവികമായിട്ടും പേടിയാണ്. അങ്ങനെയുള്ള ഞാൻ വീണ്ടും ഒരു അനസ്തേഷ്യ പിന്നെ സർജറി, സംഭവമായിരുന്നു, ഭയങ്കര സീനായിരുന്നു. അപ്പം ഇതിലുണ്ടായിരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വേറെ ആരുമില്ല. നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് പാരൻസ്, അതായത് രഞ്ജുവിൻ്റെ പാരൻസ് ഉണ്ട് 2 പേര്, ഞങ്ങളുടെ 2 കുട്ടികളുണ്ട്, പിന്നെ ഞാനും രഞ്ജു. അപ്പം 6 പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് നമ്മുടെ. ഇവർ വെക്കേഷൻ്റെ സമയമായതുകൊണ്ട് തന്നെ പാരൻസും കുട്ടികളും നാട്ടിലാണുള്ളത്. അപ്പോൾ ഞാനും രഞ്ജു മാത്രമേ ഇവിടെ ഉള്ളൂ. സോ സ്വാഭാവികമായിട്ടും ഈ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഒരാളുടെ സഹായമില്ലാതെ, അതായത് ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ്, എനിക്ക് അനങ്ങാൻ പോലും വയ്യ. അതായത് എനിക്കൊന്ന് തിരിഞ്ഞ് കിടക്കണമെങ്കിൽ ഒരാൾ വന്ന് തന്നെ തിരിച്ച് കിടത്തണം, ഒരു സൈഡിലേക്ക് കിടക്കണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ എനിക്ക് പറ്റില്ല. ആ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ രഞ്ജു മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു ഹോം നേഴ്സിന് അതിൻ്റെ സഹായമോ അതൊന്നും നമുക്ക് ആ സമയത്തൊന്നും കിട്ടിയില്ല. നടക്കുന്ന കാര്യമല്ല അത്ര പെട്ടെന്നൊന്നും. അങ്ങനെ അവസാനം രഞ്ജു എന്ത് വന്നാലും ലീവ് എടുക്കാത്ത മനുഷ്യൻ എനിക്ക് വേണ്ടി ഒരുപാട് ദിവസത്തെ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് എന്നെ നോക്കി
അന്ന് നമ്മൾ ഹോസ്പിറ്റൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ തലേദിവസം വന്നിട്ട് നമുക്ക് ഒരു മെഡിസിൻ കഴിക്കണം, അതിനുശേഷം വന്നിട്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ വേറെ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല, പിന്നത്തെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ല, നമ്മൾ വീട്ടിൽ തന്നെ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ 3 മണിയായപ്പോൾ, വെളുപ്പിനെ, എനിക്കത് മിഡ് നൈറ്റാണ്, 3 മണിയായപ്പോൾ പോയി അഡ്മിറ്റായി. ഒരു 5 മണി 5:30 ആയപ്പോൾ സർജറി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞു. പിന്നെ ആ ഒരു അനസ്തേഷ്യൻ്റെ അത് വിട്ട് കഴിയുമ്പോൾ നമ്മൾ പയ്യെ വേദന അറിഞ്ഞു തുടങ്ങുമല്ലോ, അത് ഭയങ്കര സീനായിരുന്നു. സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വല്ലാത്ത സീനാക്കിയതാണ്. അതായത് ഞാൻ കിടന്ന് ഈ കരച്ചിലോട് കരച്ചില്ല, വേദന സഹിക്കാൻ പറ്റണ്ട. പിന്നെ അവർ ഈ ട്രിപ്സ് വഴി നമുക്ക് പെയിൻ കില്ലേഴ്സ് ബോഡിയിലേക്ക് കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പെയിൻ കില്ലറിൻ്റെ ഒരു ഇത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും എനിക്ക് പ്രശ്നമാവും. അങ്ങനെ കുറച്ചധികം സ്ട്രഗിൾ ചെയ്തു. രഞ്ജോ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നമുക്കിവിടെ ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങളൊക്കെ പല വീഡിയോസ് വഴിയും അവരെയൊക്കെ കാണുന്നതായിരിക്കും. ഒരുപാട് പേരുണ്ട്. ഇപ്പം എനിക്കൊന്ന് 10 പേരുള്ളൊരു ഗ്രൂപ്പാണ് ഇപ്പം ഞങ്ങൾ. ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് എന്നെ ഒന്ന് പുഷ് ചെയ്യാനൊന്ന് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. ഞങ്ങളുടെ കൂടെ തന്നെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ വീട്ടുകാരും കൂടെ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ബന്ധുക്കളാരും കൂടെ ഇല്ല, അതൊന്നും എനിക്ക് ഒരു നിമിഷം പോലും എനിക്ക് തോന്നിപ്പിച്ചിട്ടില്ല. അവർ തന്നെ ഉണ്ടായിരുന്നത്. അപ്പം നല്ല ഞാൻ കിടന്ന റൂം ഭയങ്കര ഫുള്ളായിരുന്നു. ആൾക്കാരെ കൊണ്ട് അത്രയും ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ വേദനേൻ്റെ കാഠിന്യം കുറച്ച് കുറഞ്ഞൊക്കെ വന്നു. പയ്യെ ഞാൻ ചിരിക്കാനും വർത്താനം പറയാനും ഒക്കെ തുടങ്ങി. പക്ഷെ രാവിലെയൊക്കെ തന്നെ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് വന്നു പോയ നമ്മുടെ ഫ്രണ്ട്സ് അവരൊക്കെ ഈവനിങ് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വന്നവരൊന്നും ഞാൻ കോൺഷ്യസ് ഒന്നും അല്ലായിരുന്നു. ഞാൻ കണ്ണ് തുറന്ന് നോക്കുന്നു, അപ്പം തന്നെ ഞാൻ കണ്ണടയ്ക്കുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം വല്ലാത്തൊരു കുറച്ച് ദിവസങ്ങളായിരുന്നു. വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ പിന്നെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലാരും ഇല്ലായിരുന്നു, രഞ്ജു തന്നെയായിരുന്നു. എന്നിട്ട് പിന്നെ രഞ്ജു ലീവ് എടുത്ത് നോക്കി. കുക്കിംഗ് ഒക്കെ രഞ്ജു ആയിരുന്നു. കഞ്ഞിയായിരുന്നു. രഞ്ജുവിനും എന്നെപ്പോലെ കുക്കിംഗ് ഒന്നും അറിഞ്ഞൂടാ. അപ്പം കഞ്ഞി അച്ചാറിലായിരുന്നു എൻ്റെ റിക്കവറി. ഡോക്ടർ പറഞ്ഞു വളരെ ന്യൂട്രീഷ്യസ് ആയിട്ട് ഭക്ഷണം കഴിക്കണം, അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് റിക്കവറി ഹീലിംഗ് ഒക്കെ സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഞ്ഞി അച്ചാറായിരുന്നു എൻ്റെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. ഇല്ല കേട്ടോ, ചുമ്മാ പറയുന്നതാണ്. അതിൻ്റെ കൂടെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു, പറഞ്ഞ പോലെ തന്നെ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം മെഡിസിൻസ് അടുത്ത 1 മാസത്തേക്കും കൂടെ എനിക്ക് മെഡിസിൻസ് ഉണ്ട്. അതർവൈസ് കുറച്ചധികം കാലത്തേക്ക് പെയിൻ കില്ലേഴ്സും ആൻറ്റിബയോട്ടിക്കിലും ആയിരുന്നു ഈ ഒരു അടുത്ത് വരെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പിള്ളേരെ നാട്ടിലാണ്. അവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. സർജറി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വന്നിട്ടുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇളയാൾക്ക് 3.5 വയസ്സാണ്. അപ്പം പുള്ളിക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ലാതെ തീരെ പറ്റില്ല. അപ്പം എപ്പോഴും എൻ്റെ മേത്ത് കയറുക, അവനെ ഞാൻ എടുക്കണം, എൻ്റെ ഞാൻ കിടക്കുവാണ്, വയറ്റിൽ വന്ന് കിടക്കുക, ഇതൊക്കെയാണ് പുള്ളീൻ്റെ വിനോദങ്ങൾ. അപ്പോൾ അവനെ ഇങ്ങനെയാണ്, ഞാൻ ഇതിൽ കൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, മമ്മിക്ക് ഇപ്പോൾ സർജറി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവനെ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മനസ്സിലാക്കിയ പോലെ അറിയാതെ ആണെങ്കിലും വന്ന് തട്ടുകയും പിടിക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ അതുകൊണ്ട് അവരോട് വരണ്ടാന്ന് പറഞ്ഞു. അവരോട് അവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. രഞ്ജു പറഞ്ഞു ഞാൻ നോക്കിക്കോളാന്ന്. അങ്ങനെ എൻ്റെ പേരിൽ പുള്ളിയായിരുന്നു കുറച്ചധികം കാലത്തേക്ക് എൻ്റെ ഒരു ഹോം നേഴ്സ് എന്ന് പറയുന്നത്. അതെല്ലാം കഴിഞ്ഞു. ഇപ്പം വേറെ ഒന്നുമില്ല. അതിൻ്റെ പെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെയിനൊന്നും ഇല്ല. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കങ്ങനെ വേദനയൊന്നുമില്ല. എങ്കിലും ആ സർജറി ചെയ്ത ഭാഗത്തൊക്കെ ഇപ്പോഴും മരുന്നൊക്കെ തേക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ അടുത്ത 1 മാസത്തേക്കുള്ള മെഡിസിനും കൂടി ഉണ്ട്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എല്ലാം നോർമലായിട്ട് തന്നെ എല്ലാം കഴിക്കാൻ തുടങ്ങി. എരിവും പുളിയും ഉപ്പും മധുരവും ഒക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വർക്കൗട്ട്, ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റ്സും എനിക്ക് പറ്റില്ല. അതായത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ ഇപ്പം ഞാൻ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കൂട്ടി ഒരിടത്ത് കൊണ്ട് വെക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ. അത് കുനിഞ്ഞിരുന്നത് മാറണമെങ്കിൽ അത് രഞ്ജു തന്നെ വിചാരിക്കണം. അപ്പം അങ്ങനെയുള്ള കുറച്ച് ചെറിയ റെസ്ട്രിക്ഷൻസ്, ആ രീതിയിലുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉള്ളൂ ഫിസിക്കലി ഉള്ളത്. ജിമ്മിൽ പോകുന്നതിനെ പറ്റി അടുത്ത 1.5 മാസത്തേക്ക് എന്നോട് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് മാത്രമല്ല, കാർഡിയോ ചെയ്യാനും ഒക്കെ പറ്റില്ല. അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും എനിക്ക് പോസിബിൾ അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ,
പെയിൻ കില്ലേഴ്സ്, ആൻറ്റിബയോട്ടിക്സ്, അതിൻ്റെ കൂടെ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. ഭക്ഷണം ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതായത് എരിവും പുളിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും കാലറി ഡെഫിസിറ്റിലൊക്കെ പോകാൻ ശ്രദ്ധിക്കും. പക്ഷെ അതൊന്നും പറ്റില്ല. ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചാലേ ഹീൽ ആവുള്ളൂ. അങ്ങനെ ഒരവസ്ഥ. ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും ഇല്ല. ബെഡിൽ തന്നെ കിടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പം എൻ്റെ വെയിറ്റ് എവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ മാക്സിമം കണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 70 ആയിരുന്നു. അത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 70 വെയിറ്റ് കണ്ടു. അന്ന് ഒരു ദിവസം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. പിന്നെ ഇപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും പിന്നെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ആ ഒരു മെഡിസിൻ്റെ ഇതൊക്കെ അങ്ങ് വിട്ട് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ്റെ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. അങ്ങനെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഒരു കംപ്ലീറ്റ് ആയിട്ട് പോയെന്നൊന്നും പറയാൻ പറ്റില്ല. ഫേസൊക്കെ ഇപ്പോഴും അത്യാവശ്യം ചെറിയ രീതിയിൽ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ വെയിറ്റ് ഒന്നും നോക്കാൻ പോയില്ല. അത് ആ സംഭവം ഇപ്പോൾ തലയിലോട്ട് അങ്ങനെ ഇല്ല. പക്ഷേ ഞാൻ മിസ് ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ജിം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആലോചിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ജിമ്മിൽ പോകുന്നത് ഞാൻ മിസ് ചെയ്യുന്ന സിറ്റുവേഷനിലൊക്കെ ഞാൻ എത്തുന്നൊന്നും ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ജിമ്മിലൊക്കെ പോകണമല്ലോ, വർക്കൗട്ടൊക്കെ ചെയ്യണമല്ലോ, അതൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തന്നെയായിരുന്നു ഒരു കാലം വരെയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ വരുന്നു. നമുക്ക് സ്ട്രെങ്ത് വയ്ക്കുന്നു. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര താല്പര്യമാണ് പോകാനായിട്ട്. പോയില്ലെങ്കിൽ നമുക്ക് മിസ്സിങ് തോന്നും. ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചധികം നാളത്തേക്ക് എനിക്ക് ആ ഭാഗത്തോട്ട് പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ പോയി തുടങ്ങിയാൽ തന്നെ ഞാൻ പിന്നെയും പിച്ച വെച്ച് തുടങ്ങണം. ഞാൻ ഇത്ര നാൾ എടുത്തുകൊണ്ടിരുന്ന പോലെ വെയിറ്റൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ 2.5 കിലോയിൽ നിന്ന് വീണ്ടും തുടങ്ങണം. വീണ്ടും ആ സ്ട്രെങ്ത്ത് ബിൽഡ് ചെയ്തെടുക്കണം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളതൊക്കെ ഫേസ് ചെയ്യും ഉറപ്പായിട്ടും. ഇത്രയും ചെയ്തത് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ചെയ്യാനും പറ്റും. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പം ഇതൊക്കെയൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി എനിക്ക്. പിന്നെ ഉറപ്പായിട്ടും രഞ്ജുവിൻ്റെ കാര്യം ഇത് ഞാൻ പുള്ളിനോട് നേരിട്ട് പറഞ്ഞാണ്. പറയാതിരിക്കാൻ വയ്യ. കാരണം ഇപ്പോൾ രഞ്ജു എന്നതല്ല, ഏതൊരു പാർട്ട്ണറാണെങ്കിലും ഇൻഫാക്ട് പാർട്ട്ണർ അല്ലെങ്കിൽ പോലും നമ്മുടെ ക്ലോസ്ഡ് വൺ, അതൊരു ഫ്രണ്ടാവാം, ഫാമിലിയിൽ ആരും ആകാം, നമുക്ക് വേണ്ടി നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്ന് സഹായിക്കാന്ന് പറയുന്നത് ശരിക്കും അതിനൊരു മനസ്സ് വേണം. അപ്പം അതിപ്പോൾ ഒരു ഔട്ട്സൈഡർ ആയിക്കോട്ടെ, നമുക്ക് വേണ്ടി ഒരാൾ നമ്മൾ കൊണ്ടൊന്ന് അനങ്ങാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടി ചെയ്തു തരിക എന്ന് പറയുമ്പോൾ അതെത്രയായാലും അതൊരു ഇപ്പോൾ പാർട്ട്ണറല്ലേ, അതൊക്കെ അവരുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്നൊക്കെ പറഞ്ഞു പോകാമെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. കാരണം എനിക്കൊന്ന് എന്നെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നത്, കുളിപ്പിക്കുന്നത്, ഭക്ഷണം വരുത്തരുന്നത്, എല്ലാം, അതായത് ചെറിയ കുട്ടീനെ നോക്കുന്ന പോലെ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ജോലീൻ്റെ കാര്യം കൂടെ പറയണം കേട്ടോ. കാരണം ഞാൻ ഇതെല്ലാം അത്യാവശ്യം റിക്കവറായി കുറച്ചൊന്ന് ഓക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് റീജോയിൻ ചെയ്ത് ആദ്യത്തെ ദിവസം ഞാൻ മീറ്റിങ്ങിന് കയറുക. ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നത്. മീറ്റിങ്ങിന് കയറുന്ന സമയത്ത് അവരവിടെ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ മീറ്റിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. എന്നെ കണ്ടതും എൻ്റെ CEO ആദ്യം പറഞ്ഞത് നോ, ഇയാൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, ലീവിനെ പറ്റിയൊന്നും ആലോചിക്കേണ്ട, റെസ്റ്റ് എടുത്താൽ മതി, ഫുള്ളി റിക്കവറായിട്ട് മാത്രം റീജോയിൻ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനപ്പം അതെനിക്ക് ഭയങ്കര ആ സമയത്ത് സപ്പോർട്ട് ചെയ്തത് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നു. വളരെ ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ വീണ്ടും ജോലിക്ക് കയറിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ. അപ്പം ആ ഒരു സമയത്ത് ദൈവം സഹായിച്ച് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും നമുക്ക് ഫേവറായിട്ട് വന്നു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ എനിക്കങ്ങനെ ഓഫ് കോഴ്സ് എൻ്റെ ഫിസിക്കലി ഉള്ള പെയിന്, പിന്നെ കുറച്ച് മെൻ്റലി നമ്മൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ഈ സംഭവങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകും. അതൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റുമുള്ളവർ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. സോ ഈ ഒരു കാര്യം നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഏറ്റവും ആദ്യം ഇതിൻ്റെ പുറത്തിറങ്ങുന്നത് എന്തിനാണെന്നറിയോ? എമ്പുരാൻ കാണാനായിട്ട്. അത്രയും ദിവസം വീട്ടിലടഞ്ഞു കിടന്നിട്ട് എമ്പുരാൻ കാണാനായിട്ടാണ് പുറത്തിറങ്ങുന്നത്. സോ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നാണ് പുറത്തിറങ്ങുന്നതെന്ന് പറഞ്ഞു. പക്ഷെ കാരണമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തും നടക്കുമ്പോൾ പോസിറ്റീവ്സ് മാത്രമല്ല, ലൈഫിലുണ്ടാകുന്ന ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാനൊരു ഫാമിലിയിൽ നിന്ന് എപ്പോഴും പറയുന്നത്. അപ്പം അതിൻ്റെ പേരിലൊന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൻ്റെ വീഡിയോ മോസ്റ്റ്ലി നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറേ മെസ്സേജസ് ഞാൻ അതിൻ്റെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അത് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനായിരിക്കുമല്ലോ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങളോട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കാണിച്ച സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഐ വിൽ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.